ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഓഫീസിൽ നിന്ന് വന്നു. ജസ്റ്റ് മുഖം ഒന്ന് കഴുകി കൈയും കാലുമൊക്കെ ഒന്ന് കഴുകിയിട്ടേ ഉള്ളൂ. കാരണം ഫുഡ് വെക്കണം. മൂസിന് ഇന്നില്ല, ആൾ നാട്ടിലേക്ക് പോയി. അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കി കുട്ടികൾ വരുന്നതിന് മുമ്പ് നമ്മൾ ഫുഡ് വെച്ച് മാറണം, കാരണം ഓർക്കും വെക്കണ്ടേ. ഞാനാണ് ഇവിടെ ഫസ്റ്റ് വരുന്നത്. അപ്പം ഞാൻ ഇന്ന് വന്നപ്പോൾ നമ്മുടെ അരി കഴിഞ്ഞിട്ടുണ്ടായി. അപ്പം ഞാൻ സുലേഖാരിയോ ഞാനെന്താണെന്ന് തോന്നുന്നു പുള്ളി പറഞ്ഞത്. അവിടെ ആകെ സുലേഖാരിയും പൊന്നരിയും മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പം പൊന്നരി അങ്ങനെ ആരും വെക്കില്ലെന്നോ അയാൾ പറഞ്ഞു. പൊന്നരി എന്താ തമിഴ്നാട്ടുകാരാണോ കഴിക്കുന്നതെന്നോ അങ്ങനെ എന്തോ പറഞ്ഞു. അത് നമ്മൾ സുലേഖാരി വാങ്ങിച്ചിട്ടുണ്ട്. വെള്ളം തുടച്ചില്ല. ഓക്കെ, സുലേഖാരി വാങ്ങിച്ചിട്ടുണ്ട്. സുലേഖാരിക്ക് 1 കിലോയ്ക്ക് 52 രൂപ. അപ്പോൾ സുലേഖാരി വാങ്ങിച്ചു 1 കിലോ. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് പയർ. ഞാനത് 1/2 കിലോ വാങ്ങിച്ചു. എനിക്ക് പയറും വഴുതനങ്ങയും കൂടി ഇട്ടിട്ടുള്ള വിഴുക്ക് വരട്ടി ഭയങ്കര ഇഷ്ടമാണ്, നല്ല ഇഷ്ടമാണ്. അത് എൻ്റെ ഉമ്മ ഉണ്ടാക്കും, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഉമ്മ ഉണ്ടാക്കുന്നതൊക്കെ ഒന്നല്ല ഞാൻ ഉണ്ടാക്കുന്നത്, പക്ഷെ എന്നാലും ഞാനത് വാങ്ങിച്ചു. പിന്നെ ഞാൻ 2 മുട്ട വാങ്ങിച്ചു, 2 മുട്ടക്കൊട്ടന്മാരെ വാങ്ങിച്ചു. കാരണം എന്ന് വെച്ചാൽ ഇതൊന്നും എടുക്കില്ല, നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ടേ എടുക്കുള്ളൂ. ഇപ്പം നമുക്ക് മീൻ ഇരിപ്പുണ്ട്, 4 മീൻ ഇരിപ്പുണ്ട്. അത് മഞ്ഞക്കോര എന്നാണ് നമ്മുടെ അവിടെ പറയുന്നത്. അപ്പം മഞ്ഞക്കോര 4 ഇരിപ്പുണ്ട്. അത് നമ്മൾ വറുക്കും. കറി വെക്കണില്ല, കാരണം കറി വെച്ച് നമ്മൾ കുളമാക്കുന്നില്ല. നമ്മൾ വറുക്കുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് കഴിക്കാൻ തോന്നില്ല. അപ്പം നമ്മൾ വടിച്ചെടുക്കണം, ഒരരി പോലും കളയരുത്. പണ്ട് അരി കഴുകുമ്പോൾ അരി കഴുകിയതിനകത്തുനിന്ന് പണ്ട് അരി കഴിയുമ്പോഴേ ഈ അരി കഴുകിയതിനകത്തുനിന്ന് അരി എടുത്ത് കഴിക്കുമ്പോൾ ഉമ്മ അടിക്കുമായിരുന്നു കൈക്ക്. ഉമ്മ പറയായിരുന്നു, എന്താ ചോറ് കുറയുമെന്നോ, അല്ലാതെ എടുത്തരി എടുക്കരുത്, അല്ലാതെ എടുത്തോ, ചോറ് കുറയുന്നു, ലൈക്ക് അങ്ങനെ എന്തൊക്കെയോ പറയായിരുന്നു. അപ്പം നമുക്കൊരു 3-4 വെള്ളം കഴിവാം. ഞാൻ എൻ്റെ ഡ്രസ്സ് ഒന്ന് കാണിക്കാം. ഈ ഉടുപ്പ് എങ്ങനെയുണ്ട് പിള്ളേരെ, നിങ്ങൾ പറ. ഈ ഉടുപ്പ് ഞാൻ അതായത് ഞാൻ ഇട്ടപ്പോൾ എൻ്റെ അടുത്ത് മൂസിനെ പറഞ്ഞു, പന്തല് പണിക്ക് കെട്ടുന്ന തുണിയോ അങ്ങനെ എന്തോ. ഞാൻ ഓഫീസിൽ ഇട്ടുകൊണ്ട് പോയപ്പോൾ റിൻസീത്ത് പറഞ്ഞു മലമ്പാമ്പിൻ്റെ ഡ്രസ്സ് പോലെ ഉണ്ട് എനിക്ക് ഇട്ടപ്പോഴെന്ന്. പിന്നെ അതുപോലെ തന്നെ അഭിയും പറഞ്ഞു കൊള്ളില്ലെന്ന്. നിങ്ങൾ പറ, ഇതെങ്ങനെയുണ്ട്? പിള്ളേർക്കൊന്നും പാഷൻ അറിയത്തില്ല, പാഷൻ സെൻസ് ഇല്ല പിള്ളേർക്കൊന്നും. എന്നെ കണ്ടിട്ട് വേവ് തോന്നുന്നു, വേവ്. നല്ല രസമുണ്ട്. രസം വെക്കാൻ നമുക്ക് മെയിനായിട്ട് എന്താ വേണ്ടത്? പുളിയല്ല വേണ്ടത്, മറ്റേ പിഴിപുളിയാണ് വേണ്ടത്. പിന്നെ ഞാൻ ഈ വെക്കുന്ന രീതിയിലല്ലായിരിക്കും നിങ്ങളാരും വെക്കുന്നത്. ഇതെൻ്റെ രസം വെക്കൽ രീതിയാണ്. ഇതിങ്ങനെയാണോ നിങ്ങളും വെക്കുന്നതിന് അറിയത്തില്ല. ഞാനിതൊന്നും വെക്കാനൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. പിന്നെ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാനങ്ങ് വെക്കും. അത് നേരത്തെ പറഞ്ഞ കണക്ക് കഴിച്ചാൽ മതിയല്ലോ. ജസ്റ്റ് ചെയ്യണം, ലൈഫാണ്. നമ്മൾ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, ഞാൻ ഇങ്ങനെയൊക്കെയാണ് വെക്കുന്നത്. മല്ലിപ്പൊടി ഇടുവോ? മല്ലിപ്പൊടി ചിരിക്കട്ടെ. മല്ലിപ്പൊടി ഇടാം, ഇത്ര ഇടാം. മല്ലിപ്പൊടി. ഉലുവാപ്പൊടി ഇടുവോ? ഇച്ചിരി ഇടാം. ഉലുവാപ്പൊടി. രസം മിക്സ് ഇല്ല, ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ പുറവിൽ നോക്കി വായിച്ചെങ്കിലും ചെയ്യായിരുന്നു. രസം മിക്സ് ഒന്നും നമ്മുടെ പക്കലില്ല. ഇത്രയും മതി. ഉപ്പ് തോന്നിയിരിക്കട്ടെ. ഇത് ഇത്ര ഇട്ട് വെക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. ഇപ്പം നിങ്ങൾ ഇപ്പം ഞാൻ പറയും രസം റെഡി ചെയ്യുന്നില്ലേ, അങ്ങനെയൊന്നും അല്ല ഇതിന്. അപ്പം മുളക് പൊടി നമുക്ക് എത്ര 1, 2, 3, 4, 5 മീനുണ്ട്. അപ്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മഞ്ഞൾ പ്രസാദം നെറ്റിയിൽ ചാർത്തി, പിന്നെ ഉപ്പ്. എല്ലാം ഞാൻ ഒരു തവി വെച്ച് ഇടത്തുള്ളൂ. കഴിവാൻ വയ്യ പിള്ളേരെ, അതാ പാട്. നിങ്ങളിപ്പോൾ വിചാരിക്കും ഒരു തവി എഴുന്നതിന് എത്രയും സമയമെന്ന്. മടി പിള്ളേർക്കൊക്കെ മടി. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ജോലി ചെയ്യാൻ വയ്യ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തോനെ ഇരിക്കട്ടെ, അത് ഇച്ചിരി ഉള്ളല്ലോ.
കുരുമുളക് പൊടി നമ്മുടെ പക്കലില്ല, നമ്മുടെ കയ്യിലില്ല ഇതൊന്നും, ഈ പറയുന്ന സാധനങ്ങളൊന്നും. ഫിഷ് മസാല ഉണ്ട്, ഫിഷ് മസാല പിന്നെ മതി. നമുക്ക് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യും. ചിലവർ എണ്ണ ഒഴിച്ചൊക്കെ മിക്സ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കയ്യിൽ എണ്ണയൊക്കെ കുറച്ചേ ഉള്ളൂ. നമുക്ക് അങ്ങനെ എല്ലാത്തിനും ഒന്നും എണ്ണ കോരി ഒഴിക്കാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് വെള്ളം ചതച്ചെടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ ബാക്കി 4 മീനും ഫീൽ ആവത്തില്ലേ ഈ കൂട്ടത്തിൽ നിന്ന് ഒരാൾ നമ്മൾ മാറ്റുമ്പോൾ? അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ പാടില്ല. ഫീൽ ആവട്ടെ, വിഷമിക്കട്ടെ. താത്ത മജസീത്ത ഈസ് ഓൺ. നമ്മൾ ഇനി മീമർത്ത് വെക്കാൻ പോവാണ്. രസം ഞാൻ എടുത്തിട്ടുണ്ട് കൈ സ്ഥലത്തപ്പോൾ തന്നെ ഞാൻ എടുത്തു. അപ്പം മീമർത്തേക്ക് മീൻ ഞാൻ പറഞ്ഞില്ല, അധികം നേരം ഞാൻ വെക്കണില്ല. ഒരു മീൻ എടുത്തിട്ട് എന്തിനാ എത്ര നേരം വെക്കണം, അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പം നമ്മൾ എണ്ണ ചൂടാക്കുന്നുണ്ട്. എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് നമ്മൾ എന്താക്കും, മീൻ എടുത്തിടും. അത്രയേ ഉള്ളൂ. ഇത്രയുള്ള ഗൈസ്, നമ്മളെല്ലായിടവും നീറ്റും ആക്കിയിട്ടുണ്ട്. ഇനി ആ കുക്കറും കൂടെ കഴുകിയാൽ മതി. അപ്പം എൻ്റെ ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞിരിക്കുന്നു. ബൈ. ഇഷ്ടപ്പെട്ടവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. എന്തുവാടെ.